ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ആർട്ടീസ് വേൾഡ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതുവരെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാത്തവർക്കും ഇനി സ്കിൻ കെയർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് അറിയാത്തവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഒരു ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ എങ്ങനെ ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഒന്ന് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കാം കേട്ടോ. നമുക്ക് അറിയാം ഇന്ന് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് സോഷ്യൽ മീഡിയയിലുണ്ട്. അവരൊക്കെ എന്താ പറയുക, മോർണിംഗ് റൊട്ടീൻ അല്ലെങ്കിൽ നൈറ്റ് റൊട്ടീൻ അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ പ്രൊഡക്ട്സ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന സമയത്ത് ഇതൊന്നും അറിയാത്ത ആൾക്കാർക്ക് പെട്ടെന്ന് ഭയങ്കര കൺഫ്യൂസ്ഡ് ആക്കും. കാരണം അവർ ഒരുപാട് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. ക്ലെൻസർ, ടോണർ, മോയ്സ്ചറൈസർ, സെറം, സൺസ്ക്രീൻ, അങ്ങനെ ഒരുപാട് സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുമ്പം ബേസിക്കായിട്ട് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്ക് അല്ലെങ്കിൽ ബേസിക്കായിട്ട് ഇതുവരെ ഒരു സ്കിൻ കെയറും ചെയ്യാത്ത ഒരാൾക്ക് അത് പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. ഇതെങ്ങനെ സെലക്ട് ചെയ്തെടുക്കണം അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നൊക്കെ ഓർത്തിട്ട് ഭയങ്കര ടെൻഷനായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർ എന്തായാലും ഈ വീഡിയോ കണ്ടോളൂ. ഞാൻ നല്ല കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങളൊരു ഇതുവരെ സ്കിൻ കെയർ ചെയ്തിട്ടില്ല, നിങ്ങളെന്താ ജസ്റ്റ് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് പൗഡർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതല്ല, ഇനി ഒരു പൗഡറും യൂസ് ചെയ്യാത്ത ആൾക്കാർ വരെ ഉണ്ട് കേട്ടോ സ്കിന്നിൽ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രോഡക്റ്റ്സ് സെലക്ട് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ഈ വീഡിയോയിലൂടെ. ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഏതാണ് സ്കിന്നെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. ഒരു ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ സ്കിൻ ടൈപ്പ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഒരുപാട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, എങ്കിലും അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഐഡിയ ഞാൻ തരാം. നമ്മുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്യുക, എന്നിട്ട് മുഖത്ത് ഒരു പ്രൊഡക്റ്റും അപ്ലൈ ചെയ്യാതെ ഒരു മണിക്കൂർ അല്ല അതിൽ കൂടുതലൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് വലിഞ്ഞു മുറുകുന്നുണ്ട്, ചെറിയ രീതിയിൽ എന്താ പറയുക ഡ്രൈ ആവുന്ന നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ ആണ്. ഇനി ഈ ഒരു ഏരിയയിൽ ഓയിലും ഈ ഒരു ഏരിയയിൽ വരണ്ട് എന്താ പറയുക വലിഞ്ഞു മുറുകുന്ന ഒരു ഫീൽ ഉണ്ടെങ്കിൽ നിങ്ങളത് കോമ്പിനേഷൻ സ്കിന്നും മുഖത്ത് ഓയിലിൻ്റെ പ്രൊഡക്ഷൻ കാണുന്നുണ്ടെങ്കിൽ ഓയിലി സ്കിന്നും ഇനി ഒന്നുമല്ല, നിങ്ങൾക്കൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, ഓയിലി ആണെന്ന് മനസ്സിലാവണില്ല അല്ലെങ്കിൽ ഡ്രൈ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഒരു നോർമൽ സ്കിന്നാണ് കേട്ടോ. പിന്നെ സെൻസിറ്റീവ് സ്കിൻ എന്ന് പറഞ്ഞൊരു ടൈപ്പ്, അതൊരു ടൈപ്പ് അല്ലാതെ ഏതിലും വരാം. അതായത് നമ്മൾ ഏത് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്താലും അതിനോട് റിയാക്ട് ചെയ്യുന്ന ടൈപ്പ് സ്കിന്നുകളുണ്ട്. ഇത് 4 കാറ്റഗറിയിൽ ഏതിലെങ്കിലും വരാം. സോ അങ്ങനെയുള്ള സ്കിന്നുകാരും ഉണ്ട്. സോ ഒരു ബേസിക് സ്കിൻ കെയർ റൂട്ടീനിൽ പ്രധാനമായിട്ടും നമ്മൾ 3 പ്രോഡക്റ്റുകൾ മാത്രം നോക്കിയാൽ മതി. ഒരു ക്ലെൻസറും ഒരു മോയ്സ്ചറൈസറും ഒരു സൺസ്ക്രീനും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വീട്ടിൽ മാത്രം ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ, അധികം പുറത്തേക്ക് പോകാത്തവരുണ്ട്, അല്ലെങ്കിൽ പുറത്തേക്ക് ഒരു ദിവസം പുറത്ത് പോലും ഇറങ്ങാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, ഫ്ലാറ്റിൽ മാത്രം താമസിക്കുന്ന ആൾക്കാരുണ്ട്, പുറത്തേക്കേ പോകാറില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ സൺസ്ക്രീൻ ഉപയോഗിക്കണം എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉപയോഗിക്കണം. ഒരു ബേസിക് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ ആണ് ക്ലെൻസർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. സോ നമുക്ക് എന്താ ചെയ്യുക, ഫസ്റ്റ് ക്ലെൻസർ എന്തിനാണെന്ന് നോക്കാം. സോ ഞാൻ പേഴ്സണലി പറയുന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ഓയിലി സ്കിൻ ആണെങ്കിലും ഡ്രൈ സ്കിൻ ആണെങ്കിലും നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെങ്കിലും നിങ്ങളൊരു ജെൻറ്റിൽ ക്ലെൻസർ യൂസ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് ഭയങ്കര ഓയിൽ റിമൂവ് ചെയ്യുന്ന ഭയങ്കര ഹാർഷായിട്ടുള്ളത് അങ്ങനെ ഞാൻ പറയണില്ല, കാരണം നമ്മൾ സ്കിൻ കെയർ ഒന്നും സ്റ്റാർട്ട് ചെയ്യാതിരിക്കുന്ന ഒരാളാണല്ലോ. അപ്പോൾ ജെൻറ്റിൽ ക്ലെൻസേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് നമ്മുടെ ആ ബോട്ടിലിൽ തന്നെ ലേബലുണ്ടാവും. അപ്പോൾ ഒരു ജെൻറ്റിൽ ക്ലെൻസർ നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്യുക. അതിനുശേഷം ഒരു മോയ്സ്ചറൈസർ, അത് ഓരോ സ്കിൻ ടൈപ്പിന് പറ്റിയതുണ്ട്, അപ്പോൾ അത് നോക്കിയെടുക്കണം. ഞാൻ അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. മോയ്സ്ചറൈസർ പിന്നെ ഒന്ന് പെട്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രൈ സ്കിന്നുകാരെപ്പോഴും ക്രീമി ടെക്സ്ചറായിട്ടുള്ള മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യുക. കാരണം ക്രീം ബേസ്ഡ് ആകുമ്പോൾ അതിൽ കുറച്ച് ഓയിൽ പോലത്തെ ഒരു എഫക്റ്റ് ഉണ്ട്, അത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഡ്രൈ സ്കിന്നുകാർക്ക് കുറച്ച് എന്താ പറയുക ഒരു ഹൈഡ്രേഷനും. മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഹൈഡ്രേഷനാണ്. അപ്പോൾ ഈ ക്രീമി ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈ സ്കിന്നുകാർക്ക് ഒരു ഓയിലി ഫീലൊക്കെ വരാനായിട്ടുണ്ട്. അപ്പോൾ അത് അവരെ ഹെൽപ്പ് ചെയ്യും. അതേസമയം ഓയിലി സ്കിന്നുകാരൊരു മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യുമ്പോൾ അവർ സെലക്ട് ചെയ്യുന്ന ഒരു വാട്ടർ അല്ലെങ്കിൽ ഒരു ജെൽ ബേസ്ഡ്
ക്രീംസാണ് ക്രീമല്ല ലോഷൻ പോലെ ഇരിക്കുന്ന മോയ്സ്ചറൈസറുകളാണ് സെലക്ട് ചെയ്യേണ്ടത്. കാരണം അത് അവർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഫേസിൽ ഓയിൽ അപ്ലൈ ചെയ്ത പോലെ അല്ലെങ്കിൽ ഓയിൽ കണ്ടൻറ് ഒന്നും വരാൻ പാടില്ല. അതുകൊണ്ടാണ് അങ്ങനത്തെ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ സൺസ്ക്രീനും അതേപോലെ നമുക്ക് ഓരോ സ്കിൻ ടൈപ്പിന് പറ്റിയ സൺസ്ക്രീൻ ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ടുള്ളത്. ഞാൻ ഈ പറഞ്ഞ പോലെ ഓയിൽ വരുന്ന സമയത്ത് ഓയിലി സ്കിന്നുകാരാണെങ്കിൽ ഒരു ജെൽ ബേസ്ഡ് ടെക്സ്ചറും അല്ലെങ്കിൽ വാട്ടറി ടെക്സ്ചർ പോലെയൊക്കെ ഇരിക്കുന്നതും, ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ ഈ മൂന്നും, അതായത് സൺസ്ക്രീൻ ആണെങ്കിലും ക്ലെൻസർ ആണെങ്കിലും മോയ്സ്ചറൈസർ ആണെങ്കിലും ഒരു ക്രീമി ടെക്സ്ചർ പോലെ ഉള്ളതുമാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ബേസിക്കായിട്ട് നിങ്ങൾ ഇതാണ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് സെറം, ടോണർ അങ്ങനെ പറയുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ പല ഇൻഫ്ലുവൻസേഴ്സും പറഞ്ഞ് പരിചയം ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പം അത് നിങ്ങളുടെ സ്കിന്ന് ഓൾറെഡി ഒരു സ്കിൻ കെയറും ചെയ്യാത്ത ഒരാളുടെ സ്കിന്നിലേക്ക് ഇതെല്ലാം കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഈ സെറം എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്കിന്നിന് വേണ്ട ഇൻഗ്രീഡിയൻസ് സപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റാണ്. അപ്പം ഇനീഷ്യലി ഒരു സ്കിൻ കെയർ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കാരണം 1-2 മാസം നിങ്ങൾ ഈ 3 സ്റ്റെപ്സും ക്ലെൻസിങ്ങും മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഉപയോഗിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ സ്കിന്നിന് ഏത് ഇൻഗ്രീഡിയൻറ്റ് വേണം. അപ്പം അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻറ്റ് നോക്കിയിട്ടാണ് നമ്മൾ സെറം സെലക്ട് ചെയ്യേണ്ടത്. സെറം സെലക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെപ്പറ്റി ഓൾറെഡി എൻ്റെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് പോയി കണ്ടു നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം സെറം എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കേട്ടോ. അപ്പോൾ ബേസിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് 3 മാത്രം നോക്കിയാൽ മതി. ബാക്കി സെറം, ടോണറൊക്കെ പതിയെ സ്കിന്നിന് ആവശ്യമെങ്കിൽ മാത്രം നോക്കിയും കണ്ടും എടുക്കേണ്ട കാര്യമാണ്. ഈ 3 കാര്യമാണ് ബേസിക്കായിട്ട് ഒരു സ്കിൻ കെയറിൽ വരുന്നത് കേട്ടോ. സോ ഇതുവരെ സ്കിൻ കെയർ തുടങ്ങാത്ത ആൾക്കാർ ഈ 3 സ്റ്റെപ്പിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കോളുക. ബാക്കി പിന്നീട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഏതാണെന്ന് നമ്മുടെ സ്കിൻ കണ്ടീഷൻ അനുസരിച്ച് നോക്കിയിട്ട് മാത്രം ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് മാത്രം മതി. ഇനി സൺസ്ക്രീനൊക്കെ ഉപയോഗിക്കാൻ ആദ്യം പെട്ടെന്ന് സൺസ്ക്രീനൊക്കെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു 2-3 ആഴ്ച മോയ്സ്ചറൈസർ മാത്രം യൂസ് ചെയ്താൽ മതി. അതിനുശേഷം പതിയെ സ്കിന്നിലേക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ സൺസ്ക്രീൻ മസ്റ്റാണ്. വീട്ടിലിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും എപ്പോഴും ഒരു SPF 30 എങ്കിലും യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സൺസ്ക്രീൻ എങ്ങനെ സെലക്ട് ചെയ്യണം, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളതൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ ബൈ ബൈ, സീ യു.